ധന്യാണേ. അപ്പോ ഇന്ന് റംസാൻ 3 ഇന്ന് എൻ്റെ 3ാമത്തെ നോമ്പ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ നോമ്പ് തുറ വിശേഷമാണ് ഇപ്പം ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ നോമ്പ് കഴിഞ്ഞ് വാങ്ങിക്കാൻ പോയൊരു കുറച്ച് കാര്യം പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, പിന്നെ ഇവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ പള്ളികളുണ്ട്. പക്ഷേ ഞാൻ ഇന്നുവരെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അപ്പോൾ ഒരു പേടി, ചമ്മൽ കേട്ടോ. സത്യം പറഞ്ഞാൽ പേടിയല്ല, ചമ്മലാണ്. പോയി കഴിഞ്ഞാൽ എനിക്ക് തരുമൊക്കെ ചെയ്യും. എനിക്കൊരു ചമ്മൽ കാരണം ഞാനിങ്ങനെ പോയിട്ട് നേരെ പോയത് പള്ളിക്കുളം പള്ളി ജുമാ മസ്ജിദിലാണ് ഞാൻ എത്തിയത് കേട്ടോ അവസാനം. എന്നിട്ട് അവിടെ നിന്നാണ് ഞാൻ പള്ളിക്കഞ്ഞി മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ പള്ളിക്കഞ്ഞി വാങ്ങിക്കാൻ പോണ സമയത്ത് അച്ഛൻ കുറച്ച് കാര്യങ്ങൾ, എന്താണ് പാത്രമൊന്നും എടുക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ, അതും കൂടെ ഞാൻ ഇതിൽ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കാൻ കുറച്ച് സമയമുണ്ട്, ഒരു 5 മിനിറ്റും കൂടെ സമയമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പറയാമെന്ന് വിചാരിച്ചു. പിന്നെ പള്ളിക്കഞ്ഞി എല്ലാം ബക്കറ്റിലാണ് കേട്ടോ വാങ്ങിച്ചു വന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടെ, വീട്ടിലെല്ലാവർക്കും കൂടി ആയല്ലോ. അപ്പം അത്യാവശ്യം നിറയുണ്ട്. ഇതാട്ടോ പള്ളിക്കഞ്ഞി അത്യാവശ്യമുണ്ട്. പിന്നെ ഇതാണ് ഇന്നത്തെ എൻ്റെ നോമ്പ് തുറക്കാനുള്ളത് കേട്ടോ. ഇത് നമ്മുടെ ഇക്ക സ്നേഹത്തോടെയും കരുതലോടെയും കൊണ്ടുവന്നതാണ്. എന്താ ഇതിന് പറയുക, ഷമാം അല്ലേ? ഷമാം, പിന്നെ ഈന്തപ്പഴം, പിന്നെ എന്താണ് മുന്തിരിങ്ങ, പിന്നെ വെള്ളം, പിന്നെ എന്താണ് പള്ളിക്കഞ്ഞി കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഞാനിതിൽ എന്തായാലും ആഡാക്കി വെക്കുന്നുണ്ട്. കാരണം ഒരു ചമ്മലുണ്ട്. ഞാൻ സത്യം പറയല്ലോ, എല്ലാവരും ഇപ്പം ഞാൻ വരുന്ന സമയത്ത് ഇളനീര് ജ്യൂസ് മേടിച്ചു കേട്ടോ. അതായത് കുട്ടികൾക്ക് ഇളനീര് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് അതൊന്നും മേടിക്കാൻ പോയപ്പോൾ അവിടുത്തെ താത്തേൻ്റെ അടുത്ത് പറഞ്ഞു, നീ പള്ളിക്കഞ്ഞി വാങ്ങിച്ചാൽ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വാങ്ങിച്ചു താത്ത, പക്ഷെ ഞാനത് പിന്നെ പള്ളിക്കുളം പോയി മേടിച്ചു പറഞ്ഞു. എന്തിനാ അങ്ങോട്ട് പോയത്, ഇവിടെ ഉണ്ടല്ലോ, ഇവിടുന്ന് വാങ്ങായിരുന്നില്ലേ, ലോങ് ആയിരുന്നില്ലേ പറഞ്ഞു. പക്ഷെ സത്യം പറഞ്ഞാൽ മടിയായിരുന്നു, ചമ്മലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ റോഡ് സൈഡ് തന്നെയാണ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, എവിടെ നിന്നായാലും കഞ്ഞി കിട്ടി. നാളെ എന്തായാലും നമ്മുടെ പരിസരത്തുള്ള പള്ളിയിൽ തന്നെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. കാരണം കഴിഞ്ഞ ആദ്യത്തെ നോമ്പിൻ്റെ സമയത്തായിരുന്നു ഞാൻ കിനാശ്ശേരിയിൽ നിന്ന് പഠിച്ചത്. അത് പക്ഷേ കൂടെ ആൾക്കാരുണ്ടായിരുന്നു പോകാനായിട്ടേ. പിന്നെ ജാതിപത ഭേദമന്യേ എല്ലാവരും അവിടെ നിന്ന് പോയി മേടിക്കുമായിരുന്നു. അവിടെ ഒരു കുറച്ച് കോളനിയിലത്തെ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയാണ് ഞാൻ പോയത്. ഇതാകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കൊരു പെണ്ണ് പോയി മേടിക്കാൻ ഒരു ചമ്മൽ. പിന്നെ ലേഡീസൊന്നും ഇല്ലെങ്കിലോ ജെൻസ് ആയിരിക്കുമോ അങ്ങനെയൊക്കെ ഒരു പേടിയായിട്ട് പോകാണ്ടിരുന്നതാണ്. എന്തായാലും നാളെ നോക്കാമല്ലോ അല്ലേ, സമയമുണ്ടല്ലോ. നമ്മുടെ ശ്രീകുട്ടി ഒരേ കഴിക്കലാണ്. എന്താ കുട്ടി കഴിക്കണേ? മുന്തിരിയാ. അപ്പൊ ഞാനും മുളും കൂടിയിട്ടാണ് പോയത്. അപ്പൊ ആ വീഡിയോ കൂടെ ഞാൻ ഇതിൽ ആഡ് ആക്കണ്ട്. ഇതാ ബാങ്ക് വിളിക്കണം. ഓ കഴിച്ചോ? പോയി വെള്ളം വയറ് തട്ടുമ്പോൾ ഒരു ആശ്വാസമോ ഒരു കൂളിങ്ങോ അങ്ങനെ എന്തൊക്കെയോ തോന്നുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാനിവിടെ പള്ളിയിൽ പോയ വീഡിയോസ് ഞാനിവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടാറ്റാ. ഞങ്ങൾ പള്ളിക്കഞ്ഞി വാങ്ങിക്കേ. എടുത്തിട്ട് പോവാം. ശരി, എന്നാ പോയിട്ട് കേട്ടോളേ. ശരി. പാത്രം എടുക്കാടി, പാത്രം അവിടെ കടയിലുണ്ട്, അവിടെ നിന്ന് പോയി എടുക്കാം. ഞങ്ങൾ പാത്രം എടുത്തില്ല പറഞ്ഞിട്ടേ അച്ഛൻ ചോദിക്കണ്ട. അപ്പൊ ഞങ്ങള് പള്ളിക്കഞ്ഞി വാങ്ങിച്ചിട്ട് വരാം. എന്റെ കൂടെ ശ്രീകുട്ടിയാണ് വരുന്നത് കേട്ടോ. ഇതാ ശ്രീകുട്ടി. ഇതാ നമ്മൾ എവിടേക്കാ പോണേ? കടയിൽ പോയി വാങ്ങാനല്ല, കടയിൽ പോയി എടുക്കാൻ. കഞ്ഞിയൊക്കെ മേടിച്ചോട്ടാ. വീട്ടിൽ പോവാൻ നിക്കണേ. കഞ്ഞിയൊക്കെ മേടിച്ചോട്ടാ. വീട്ടിൽ പോവാൻ നിക്കണേ.